+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും പല സ്റ്റുഡൻസും. എങ്കിലും നമുക്ക് ഷോർട്ട് നോട്ട് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. ഷോർട്ട് നോട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലർക്കും ചിലപ്പോൾ അതിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉള്ള സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട, ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് പല സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പല സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഷോർട്ട് നോട്ട് ഏത് രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓരോ പോർഷൻസ് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് വായിക്കുമ്പോഴും ഏകദേശം ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ തോന്നുന്നത് അത് നിങ്ങളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് പെൻസിൽ വെച്ചോ അല്ലെങ്കിൽ പെന്ന് വെച്ചോ അല്ലെങ്കിൽ സ്കെച്ച് പെന്ന് വെച്ചോ നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്കത് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്കൊരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു നോട്ട്സ് വെച്ചോ അല്ലെങ്കിൽ A4 ഷീറ്റിലോ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് പ്രിൻ്റോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ബുക്ക്ലെറ്റ് പോലെ നിങ്ങൾക്ക് തയ്യാറാക്കിയതിന് ശേഷം അതിൽ നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ടൈമിലേക്ക് ലാസ്റ്റ് ടൈമിലേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഷോർട്ട് നോട്ട് മറിച്ച് നോക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഏകദേശം നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തിട്ട് ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഷോർട്ട് നോട്ട് മസ്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് ടൈമിലേക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്ത് പഠിക്കാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഓരോ യൂണിറ്റ് വൈസ് നിങ്ങൾ നോക്കുമ്പോഴും പഠിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഏത് ടൈമിലാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ആ ഒരു ടൈം അനുസരിച്ച് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പം ഷോർട്ട് നോട്ട് നമുക്ക് മസ്റ്റാണ്. എല്ലാവരും ഇന്ന് തൊട്ടെങ്കിലും ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും കാരണം നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമുക്ക് ഓരോ ഷോർട്ട് നോട്ടും ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് നിർബന്ധമാണ്. എല്ലാവരും ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ അതിൽ നിങ്ങളുടേതായിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഏത് പോർഷൻസ് ആണോ ടഫായിട്ട് തോന്നുന്നത് ആ ഒരു പോർഷൻസിൽ വരെ നിങ്ങൾക്കിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് അത് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ഗൈഡും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. അപ്പം ഗൈഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. കളേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് ഓർത്തെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം നമുക്കതിൽ 1-2 തവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം ടൈമിലേക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്